മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് എന്ന പേരിൽ മലയാള സിനിമയിൽ പുതിയ സംഘടന വരുന്നു. ആദ്യഘട്ടത്തിൽ കൂടിയാലോചന നടത്തിയിരിക്കുന്നത് സിനിമാ മേഖലയിലെ നിർമ്മാതാക്കളുമായി. ഇതിന്റെ പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചെന്ന് സംവിധായിക അഞ്ജലി മേനോൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. റിയ ബേബി ഉണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. റിയ, മലയാള സിനിമ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന കാലഘട്ടമാണ്. മലയാള സിനിമ മാത്രമല്ല, AMMA എന്ന പേരിൽ, അമ്മ എന്ന ചുരുക്കപ്പേരിൽ നമ്മൾ വിളിക്കുന്ന താരസംഘടനയും അത്രമേൽ പ്രതിസന്ധിയിലും ചോദ്യമുനയിലുമൊക്കെയായി രാജിവെക്കേണ്ട അവസ്ഥ വരെ വന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സംഘടന രൂപീകൃതമാകുന്നത്. പേരിൽ തന്നെയുണ്ട് അവരുടെ ഉദ്ദേശം. എങ്കിലും ആരൊക്കെ അംഗങ്ങളാകുന്നു ആദ്യഘട്ടത്തിൽ, എങ്ങനെയാണ് രൂപീകരണം? അക്ഷയ, പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് എന്ന പേരിലാണ് മലയാള സിനിമയിലെ ഒരു പുതിയ സംഘടനയ്ക്ക് രൂപീകരിക്കുന്നതിനുള്ള കൂടിയാലോചനകൾ ആരംഭിച്ചിരിക്കുന്നത്. മലയാള സിനിമാ മേഖലയിലെ നിർമ്മാതാക്കളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സംഘടന എന്ന രീതിയിലാണ് ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അഞ്ജലി മേനോൻ, ആഷിഖ് അബു, ലിജോ ജോസ് പല്ലിശ്ശേരി, റിമ കല്ലിങ്കൽ, ബിനീഷ് ചന്ദ്ര ഇവരാണ് ആദ്യഘട്ടത്തിൽ ഇതിന്റെ കൂടിയാലോചനകൾ നടത്തിയിരിക്കുന്നത്. ഏത് തരത്തിലാണ് ഈ സംഘടന വരിക, എന്തായിരിക്കും നയം എന്നത് സംബന്ധിച്ചുള്ള ഒരു പ്രാഥമിക ആശയം എന്ന രീതിയിൽ ഒരു കത്ത് തയ്യാറാക്കുകയും അത് സംബന്ധിച്ച് ആശയവിനിമയം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അഞ്ജലി മേനോനുമായി സംസാരിച്ചപ്പോൾ അവർ വ്യക്തമാക്കിയത് ഒരു പ്രാഥമിക ചർച്ചകൾ മാത്രമാണ് ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. നിലവിലെ സാഹചര്യം അനുസരിച്ച് ചില ആശയങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. അടുത്ത ഘട്ടം വരുന്നതേ ഉള്ളൂ. ഇനി ഒരു സംഘടന എന്ന രീതിയിൽ അത് രൂപീകരിക്കണമെങ്കിൽ നിയമവശങ്ങളടക്കം മുന്നോട്ട് വെക്കേണ്ടതുണ്ട്, അതടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ അവർ മുന്നോട്ട് വെക്കുന്നത് ഒരു പുത്തൻ സിനിമാ നയം രൂപീകരിക്കുക, മലയാള സിനിമയെ നവീകരിക്കുക എന്ന് തന്നെയാണ്. അത് ആ കത്തിൽ അവർ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും മലയാള സിനിമ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ ആ സിനിമാ മേഖലയെ നവീകരിക്കുക, ഒരു പുത്തൻ നയം മുന്നോട്ട് വെക്കുക എന്ന ആശയം മുൻനിർത്തിയാണ് പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് എന്ന പേരിൽ ഒരു സംഘടന വരുന്നത്. സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയാണ്. ഒരു പുതിയ സംഘടന രൂപീകൃതമാകാൻ പോവുകയാണ്. മാക്ടയും ഫിഫ്കയും ഒക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു സംഘടന രൂപീകൃതമാകാൻ പോകുന്നു. അവരുടെ നയം വ്യക്തമാക്കുന്നു ആദ്യഘട്ടത്തിൽ. ആരൊക്കെ അംഗങ്ങളാകും, എങ്ങനെയായിരിക്കും സംഘടനയുടെ പ്രവർത്തനം എന്നൊക്കെ വരും ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം. റിയ ബേബി വാർത്ത റിപ്പോർട്ട് ചെയ്തത്.